2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലി ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 159, 2610, 3711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത്. ഞാൻ എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ PCs. ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അപ്പൊ ഇതിനകത്ത് പുരുട്ടാതി, ഒടുവിലത്തെ കാല്, ഉത്തിരട്ടാതി, രേവതി. അപ്പൊ ഇത്ര നാളുകളാണ്, ഈ 3 നാളുകളാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് പുരുട്ടാതിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, സൂര്യകർമ്മയപ്പെട്ടതാണ്. അതുപോലെ ഉത്തിരട്ടാതിയാണെന്ന് ഭരിക്കുന്നത് ശനിയാണ്, അത് ചന്ദ്രകർമ്മയപ്പെട്ടാണ്. രേവതി എന്ന് പറഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത്, ചൊവ്വകർമ്മയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആൾക്കാർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിനകത്ത് പറയുന്ന ഈ കർമ്മ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളെ, അതുപോലെ ചൊവ്വാകർമ്മമുള്ളവർക്ക് ചൊവ്വായിട്ടുള്ള ഒരു ദേഷ്യം, പിടിവാശി, അപ്പോൾ അവർ അല്ലെന്ന രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം കഴിവ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെയ്യാനും ആ ബുധനുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് അതുപോലെ ഉത്തിരട്ടാതിയായി ചന്ദ്രകർമ്മ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഒരു താല്പര്യം, അതേമാതിരി ആ കൃഷിയോടുള്ള താല്പര്യം, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഒരു പൊതുവെ ഒരു എന്തെങ്കിലും ഒരു അതിൻ്റെ റേഡിയേഷനിൽപ്പെട്ട ഒരു സ്വഭാവ രൂപീകരണം. അതുപോലെ സൂര്യകർമ്മ എന്നുള്ള പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി പുരുട്ടാതി കാണുന്ന വരില്ല, ആ ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ്. അപ്പോൾ സൂര്യൻ്റെ ആയിട്ടുള്ള റേഡിയേഷനുള്ള പല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഈഗോയുടെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഗ്രഹം, ലീഡർഷിപ്പിൻ്റെ ഗ്രഹമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കൂടുതൽ താല്പര്യം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് മീൻസ് ഇത് തന്നെയല്ല ഇതിൻ്റെ സബായിട്ടുള്ള സബ് ലോഡ്, പിന്നെ പാദങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള മാറുന്നതിനനുസരിച്ചുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്നുള്ള ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ ഇവർക്ക് അതുപോലെ ശനി എന്ന് പറഞ്ഞാൽ 1-ലാണ്, അതുപോലെ ഗുരു എന്ന് പറഞ്ഞാൽ 4-ലാണ്, കേതു 6-ലാണ്, രാഹു ഇവർക്ക് അങ്ങനെ രാഹു 12-ലാണ്, രാഹു ഇവർക്ക് 12-ലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ 1 പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ 1 പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ, നമ്മുടെ കളറ്, പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ, ലൈഫ് പാത്ത്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു അംബീഷന്, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്
ഈ 1 പറഞ്ഞാൽ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പറഞ്ഞു കഴിഞ്ഞാൽ 4 പറഞ്ഞാൽ അതാ അമ്മയെ അതാ പിന്നെ വണ്ടിയെ വീട് അമ്മ വാഹനം എഡ്യൂക്കേഷനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെന്നരിയിൽ റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചർ പിന്നെ ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ് വീട്ടിലെ സാഹചര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളതും അഗ്രികൾച്ചർ കൃഷി ആ ഒരു രീതിയിലുള്ള ഇങ്ങനെയുള്ള എല്ലാം ഈ ഒരു 4ൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ വരും. അതേപോലെ 6 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഡിസീസ് എന്തെങ്കിലും സിക്നെസ് അസുഖങ്ങൾ കാര്യങ്ങൾ കടങ്ങൾ പിന്നെ കടം വാങ്ങിക്കുന്നത് ശത്രുക്കളെ പോയിസണും ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ അതുപോലെ നഷ്ടങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് മുറിവ് പറ്റുന്നത് പിന്നെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ പാർട്ട് ടൈം ജോബ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു കടം വാങ്ങിക്കാനുള്ളത് ഒരു അങ്ങനെയൊക്കെയുള്ള എല്ലാം ഈ ഒരു 6ൻ്റെ ഒരു റേഡിയേഷനാണ് വരുന്നത്. അതുപോലെ 12 എന്ന് പറഞ്ഞാൽ ലൈഫ് ഇത് ഹൗസ് ഓഫ് എക്സ്പെൻസ് നമുക്ക് ചിലവിൻ്റെയാണ്. അപ്പോൾ പേടി അതുപോലെ ഒരു ഫിയർ കോംപ്ലക്സ് പിന്നെ ഒക്കൽട്ട് പഠിക്കാനുള്ള ഒരു സംഗതിയെ സക്സസ് ഇൻ ഫോറിൻ ലാൻഡ് വെളിയിലുള്ള ഫോറിൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ മർഡർ എനിമീസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപകടം പറ്റുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രബിൾസ് ഉണ്ടാകുന്നത് അതുപോലെ മിസ്ഫോർച്യൂൺ നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു തടസ്സങ്ങൾ വരിക അല്ലെങ്കിൽ ഭാഗ്യഹീനത എന്ന് പറയും അല്ലെന്നൊരു സൂയിസൈഡായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത് ഇഞ്ചറി മുറിവ് പറ്റുന്ന അപ്പോൾ അതെല്ലാം 12ാമത്തെ ഹൗസാണ്. 12 എന്നാൽ പൊതുവെ അത്ര ഫേവറബിൾ ഹൗസല്ല 12. അപ്പോൾ ആ ഒരു 6, 8, 12 എന്നാണ് മോശം. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മുടെ 12 എന്നാണ്. അപ്പോൾ 12ലാണ് രാഹു. അപ്പം നമുക്കിനി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അവർക്ക് ഈ ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യത്തോടൊന്ന് താല്പര്യമില്ലായ്മ വരാനുള്ളത് പ്രത്യേകിച്ച് ശനി 1, 8 എന്ന് പറഞ്ഞാൽ അഴുക്കാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില കാര്യങ്ങളോട് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് താമസിക്കുക ഒരു ഉദാസീനത അല്ലെങ്കിൽ വെച്ച് ഡിലേ ആക്കാനുള്ള ഒരു സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ശനിയുടെ ആയിട്ടുള്ള 1, 8 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിലിരിക്കുന്നവർക്ക് കൂടുതലായിട്ടിരിക്കും. അല്ലാതുള്ളവർക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല നോർമലി ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ പോകും. അത് തന്നെയല്ല ശനിയുടെ കണക്ടിവിറ്റിക്ക് അല്ല നെഗറ്റീവ് പ്ലാനറ്റ് കേതു അങ്ങനെയൊക്കെ ഉള്ള പ്ലാനറ്റുകൾ കണക്റ്റായിരിക്കുന്നതും ശനി ബാഡായിരിക്കും ആ ഹൗസ് ബാഡാകും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇവർക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ 4ലാണല്ലോ ഗുരു. അപ്പം ഗുരുവിൻ്റെ അതിങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഇവരുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി നല്ല മെച്ചപ്പെട്ടിരിക്കുക അല്ലെന്നിരി വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വീട്ടിലെന്തെങ്കിലും നല്ല സൽക്കർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നല്ല വീട്ടിലെ നല്ലൊരു ചുറ്റുപാടുണ്ടാവുക. അതുപോലെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ എന്തെങ്കിലും നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൃഷിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ല ലാഭം ഉണ്ടാക്കുക. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ആണെന്നവരിൽ അതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ നിന്ന് ലാഭം വരിക. അതുപോലെ ഈ വസ്തു കച്ചവടമൊക്കെ ചെയ്യുന്ന ദല്ലാൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണത്. പ്രത്യേകിച്ച് അതേമാതിരി ഈ ചില ആൾക്കാർക്ക് ബർത്ത് ചാർട്ടിൽ 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ അതുപോലെ അങ്ങനെയുള്ള ഒരു പൊസിഷനൊക്കെ ഒന്നൊരു ഗുരു നിൽക്കുന്നവർക്ക് ഇച്ചിരി മോശമായിട്ടിരിക്കും. ബാക്കി എല്ലാവർക്കും പൊതുവെ നല്ലതായിട്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ കേതു എന്ന് പറഞ്ഞാൽ കേതു 6ലാണ്. 6 എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചില ബന്ധപ്പെട്ടായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്ങളുണ്ടാകാൻ പൈസ വാങ്ങിച്ച പൈസ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ബാങ്ക് ലോണ് സമയത്ത് പാസ്സാകി വരാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും പകർച്ചവ്യാധികളെ അല്ലെങ്കിൽ അങ്ങനെ വൈറൽ ഫീവർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകാനുള്ളത് അതല്ലെന്ന് വലിയ അപ്രതീക്ഷിതമായിട്ട് വിഷം അകത്ത് എല്ലാനുള്ള ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും കടങ്ങളോ ഇങ്ങനെ ഉണ്ടാകാനുള്ളത് പിന്നെ മുറിവ് പറ്റാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടി കടിക്കാം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഉള്ളത് വണ്ടി ഓടിക്കുന്നവർ 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഒന്ന് ഇതായിട്ടിരിക്കുക. പക്ഷേ എന്നൊരു പാർട്ട് ടൈം ജോബ് നോക്കുന്നവർക്ക് അല്ലാതൊക്കെ ഉള്ള ജോബൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പൊതുവെ കുറച്ച് അനുകൂലമാണ്. പ്രത്യേകിച്ച് എന്നാൽ കേതുവിൻ്റെ പൊസിഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് 3, 6, 8 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ 1, 4, 7 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. 3, 6, 8 എന്ന് പറഞ്ഞാൽ വളരെ ബാഡൻ ഹൗസാണ് കേതുവിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊതുവെ അത്ര ഫേവറബിൾ ആയിരിക്കില്ല. ബാക്കി ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇതിനാ ഒരു നമ്മുടെ ബർത്ത് ചാർട്ടിൽ നമ്മുടെ ആ ഒരു പൊസിഷൻ എപ്പോഴായാലും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്
നല്ലതാണ്. രാഹുവിനെ നോക്കിയാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പല രീതിയിലുള്ള ചിലവുകൾ കാര്യങ്ങളുണ്ടാകുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ബർത്തിയാട്ടിൽ രാഹുവിനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ബർത്തിയാട്ട് 3, 6, 10, 11 അപ്പോൾ ഇവിടൊക്കെ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ശുക്രമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ നല്ലതായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങളത് ബർത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം എപ്പോഴില്ല. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണക്ടിവിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ചിലവുകൾ കൂടാം. അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പൊതുവെ രാഹു എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ എന്തെങ്കിലും ഈ പറയുന്ന നമുക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊരു അത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ രാഹു മോശമായിട്ട് നിൽക്കുന്നവർക്കുണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പനി കാര്യങ്ങൾ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ മിസ്ഫോർച്യൂന് നമുക്കെന്തെങ്കിലും ഗ്രഹപ്പഴ പറ്റാനുള്ള സാധ്യത രാഹു മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് ചിലപ്പോൾ ഈ ഡിപ്രഷൻ മാതിരിയുള്ള പ്രശ്നമുള്ള ആൾക്കാർ ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ ഇലൂഷൻ ഇത് എന്ന് പറഞ്ഞാൽ ഇത് രാഹു എന്നത് പ്ലാനറ്റ് ഓഫ് ഇലൂഷൻ എന്നാണ്. ഇലൂഷനായിട്ടുള്ള ഒരു കാര്യങ്ങളെ അപ്പം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഇനിയിപ്പോൾ ഒരു വ്യാഴം പ്രത്യേകിച്ച് ജൂൺ 2-ാം തീയതി മാറും. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഇച്ചിരി കൂടി വരുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഇപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ രാഹു ഇപ്പം വ്യാഴത്തിൻ്റെ കൺട്രോളിലാണ് ഇപ്പം. അതുപോലെ ജൂൺ 6 ആകുമ്പോഴത്തേന് ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ അവിടുന്ന് നമുക്ക് ജൂൺ 6 അല്ല ജൂൺ 2 ആകുമ്പോഴത്തേന് ഇവരുടെ ഗുരു ഇവിടുന്ന് സ്ഥാനം മാറി 5-ലോട്ട് പോകും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രണയബന്ധത്തിൽ അകപ്പെടാനുള്ള സാധ്യത, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെന്നൊരു നല്ല രീതിയിലുള്ള സ്നേഹബന്ധത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാട്, അല്ലെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ധനലാഭം ഷെയർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്തെങ്കിലും ഇങ്ങനെയുള്ള രീതിയിലേക്ക് ചിറ്റിയല്ല എന്നൊരു കിട്ടാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം, വിദ്യാഭ്യാസത്തിൻ്റെ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കമിതാക്കൾക്ക് പ്രണയിക്കുന്നവർക്ക് നല്ല സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു കാലത്ത്. അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ അനുകൂലമാണ്, അത്ര പ്രതികൂലമല്ല. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ എപ്പോഴായാലും നിങ്ങൾ ചാർട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അതേമാതിരി നമുക്ക് ഇതിനായിട്ട് റെമഡിയുടെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം ഉണ്ടെന്നൊരു പോയി കാണുക. വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. ഇത് പഠിക്കാനെടുക്കാനോ ഉണ്ടെന്നൊരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ $14 ബില്യൺ ആണ് അറ്റ് ദ മൊമെൻറ്റ്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. അത് $20 ബില്യൺ വളരുവാണ് 2030 ആകുമ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പഠിക്കാനെടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മീൻസ് അതേമാതിരി ഇതിനകത്ത് ഇതുണ്ട്. പിന്നെ പഠിച്ചു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ ഒക്കെ ചെയ്യാനോ ജോബ് ചെയ്യാനൊക്കെ സാഹചര്യം കൂടുതലാണ്. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1 ലക്ഷം ഇതിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ടേജ് ഉണ്ട് ആൾക്കാരുടെ. കാരണം ഇന്ത്യ അത്ര ഗ്രോയിങ് കൺട്രിയാണ്, ഒത്തിരി റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യലും ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. പാർട്ട് ടൈമായിട്ട് വേണമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.